ഹായ് ഹലോ, ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെണ്ടക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടക്ക ഫ്രൈ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി അരച്ചെടുത്തതാണിത്. അത് ഞാൻ 1 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി വല്ലാതെ എരിവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. മക്കൾക്കൊന്നും എരിവ് വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സുർക്കയാണ്. ഇനി ലേശം സുർക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെണ്ടക്ക വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ദാ ഈ ഒരു ഇതിലാണ് കേട്ടോ, പരുവത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെണ്ടക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ഭാഗത്തും കൈകൊണ്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഒരു 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒപ്പം അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു വെണ്ടക്ക എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ തീ കൂട്ടി വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ കരിഞ്ഞു പോകുന്നുണ്ടോ. അപ്പോൾ ഇതാ ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തൊന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലുള്ള ഈ ഒരു വെണ്ടക്കയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ട് അങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വെണ്ടക്ക ഫ്രൈ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നൊരു പാകമായിട്ടുണ്ട്. എല്ലാതും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ചോർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക ഫ്രൈയുടെ റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്